മോൾ ആദ്യമായിട്ടാണല്ലേ വരുന്നത്? അതെ, ഇന്നലെ മുതൽ ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ഗുളിക എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന് വിചാരിച്ചു. എന്നായിരുന്നു ലാസ്റ്റ് പീരീഡ്? കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു. പിന്നെ ഡേറ്റും തെറ്റി. അതാ ഞങ്ങൾ വന്നത്. ഓ, വെയിറ്റ് ഒന്ന് നോക്കട്ടെ. 65 അല്ലേ? അതെ. ഇറങ്ങിക്കോ. ഇതാ 7ാമത്തെ ആണേ ടോക്കൺ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ. ഇതാ വെച്ചോ. അടുത്ത നമ്മളാണോ? ആണോ? സൗമ്യ ആന്റണി, വാ. അകത്തേക്ക് പോയിക്കോട്ടോ. സൗമ്യ അല്ലേ? അതെ. പീരിയഡ്സ് ഒക്കെ റെഗുലർ ആണല്ലോ അല്ലേ? പിന്നെ 2 ദിവസമായിട്ട് ഇവർക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ അമ്മ പറഞ്ഞു. ഓ ശരി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പ്രഗ്നൻസി സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പം നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അതിന് എഴുതി തരാം. അതൊന്ന് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. താങ്ക് യു. ചേട്ടാ ഒരെണ്ണം എടുക്കോ ചേട്ടാ? ചേട്ടാ ഒരെണ്ണം എടുക്കോ ചേട്ടാ പ്ലീസ്? ഒരെണ്ണം എടുക്കോ ചേട്ടാ? ഇന്നത്തെ കാരുണ്യാ 3:30 നറുക്കെടുപ്പോ. ഒരെണ്ണം എടുത്തോ ചേട്ടാ? ചേട്ടാ ഒരെണ്ണം എടുക്കട്ടെ ചേട്ടാ? 3:30 നറുക്കെടുപ്പ്. ഒരെണ്ണം എടുക്കാൻ ചേട്ടാ? എന്താനു? അപ്പൊ സിഗരറ്റ് വലിക്കാണോ? എത്ര തവണ പറയണത് നിർത്താൻ? ഞാൻ അറിയില്ലെന്ന് വെച്ചോ? നീ എന്താ വിളിച്ചേ? ഹലോ, ഞാൻ സിഗരറ്റ് കളഞ്ഞു. ശരി, ഇനി ഞാൻ വലിക്കണില്ല. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ഞാനേ ആന്റിയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് മോളെ. കാലത്ത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാട്ടാനു. സംഭവം പോസിറ്റീവാട്ടാ. അപ്പനാൻ പോവാ. അപ്പൊ ചെലവുണ്ടല്ലോ. പിന്നെ കുടിപ്പിച്ച് കിടത്തില്ലേ? നിന്റെ കൈ കൊണ്ട് ഒരു കാലിച്ചായ കിട്ടിയ ഭാഗ്യം. മദ്യപ്പുഴ വലിച്ചു പൊളിക്കല്ലേ, ഞാൻ തുറന്നുതരാം. വിടും. കേറ് മോളെ. കാല് കാല്. അല്ല, അപ്പൊ എന്റെ സംശയം ഇതാണ്, ഛർദിയല്ല ആദ്യം ഉണ്ടാവുക? ഓ, ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഛർദി ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കും. ജോയേട്ടാ, അവൻ തന്നെ നോക്കണ കുറച്ചൊന്നും ഓരോയല്ല. ഏതാ അവൻ?
ഓ എൻ്റെ നോട്ടം കണ്ട ചോക്ലേറ്റ് കണ്ണൻ. നമ്മുടെ പണി വാങ്ങാനുള്ളവനാണെങ്കിൽ ഈ ഓട്ടോ പിടിച്ച് തന്നെ എത്തുവാൻ. പിന്നല്ല. എന്നാ പോവല്ലേ?